ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വരുന്നത് ടി ജി മോഹൻദാസിനെ റിമാൻഡ് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പോലീസിൻ്റെ ഒരു സൂക്ഷ്മത കുറവിനെക്കുറിച്ച് ജോർജ് ജോസഫ് പോലും പറഞ്ഞു. സോ ഞാൻ ചോദിക്കുന്നത്, ഷമ്മാസ് തന്നെയും ഇദ്ദേഹത്തെ പിടിച്ചുവെന്ന കോൺഫിഡൻസിലും അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഇന്ന് വന്നത്. പക്ഷേ ഇയാളെ തൂക്കി അകത്തിടാൻ പറ്റിയില്ല എന്ന നിരാശ ഒരു കോൺഗ്രസ് വർക്കറായ താങ്കൾക്കുണ്ടോ? നിഷാദ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഇദ്ദേഹത്തെ ഈ പറഞ്ഞ നോട്ടീസ് കൊടുത്ത് പിടിച്ചാലും അതിൻ്റെ പോലീസ് തന്നെ അക്കാര്യത്തിൽ കോടതിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ പോലൊരാൾക്ക് നേരത്തെ നോട്ടീസ് നൽകി അറസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില വീഴ്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ ഇദ്ദേഹത്തിൻ്റെ ജാമ്യ ഉത്തരവിലോ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് ഏത് ഗ്രൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ജാമ്യം കിട്ടിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രായവും ആരോഗ്യസ്ഥിതിയും ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള വകുപ്പുകൾ, ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകളുടെ ശിക്ഷ, പരമാവധി ശിക്ഷയൊക്കെ കണക്കുകൂട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു ബോധപൂർവമായ വീഴ്ചയോ അല്ലെങ്കിൽ കാലതാമസം കൊണ്ടോ ഒന്നുമല്ല ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഞാനത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ശ്രീ പി കെ ഗോപൻ്റെ ഒക്കെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മറുപടിയും അത് സംബന്ധിച്ച് ന്യായീകരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചത് UDF ആണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ, രമേശ് ചെന്നിത്തലയൊക്കെ ആയിരുന്നു എന്നൊക്കെ തോന്നും. ആ രീതിയിലാണ് ഇവരിതിനെ ഇങ്ങനെ ന്യായീകരിച്ച് പോകുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ നിഷാദ് തന്നെ ചോദിച്ചപ്പോൾ കെ സുരേന്ദ്രൻ്റെ കഥയും മറ്റേ PC ജോർജിൻ്റെ ഒക്കെ കഥയും എടുത്തിട്ടാണ് വന്നത്. ഇതേ TG മോഹൻദാസിനെതിരെ 2017 ഈ എന്താ പറഞ്ഞതെന്നുള്ളത് കൂടെ നോക്കണം. ഇപ്പം പറഞ്ഞതിനേക്കാൾ അതിൻ്റെ വേറൊരു വേർഷനാണ്. നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ യഥാർത്ഥത്തിൽ അത് ക്രിസ്ത്യൻ പള്ളിയല്ല, അത് ശിവക്ഷേത്രമാണ്. അവിടുത്തെ അൾത്താരയും പള്ളിയൊക്കെ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ വിഷയത്തിൽ പരാതി കൊടുത്തിട്ടുള്ള AYF നേതാവ് ജിസ്മോൻ്റെ തന്നെ പരാതിയിൽ ഒരു മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിൽ 1002/2017 ഒരു FIR ഉണ്ട്. ആ കേസിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പിണറായി ഗവൺമെൻറ് കാലത്ത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ TG മോഹൻദാസിനെ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് പോട്ടെ, 2018 ഇനിയിപ്പോൾ ത്രിപുരയിലെ ലെനിൻ്റെ പ്രതിമ പൊളിച്ചപ്പോൾ വലിയ കമ്മ്യൂണിസ്റ്റ് വികാരവും വിപ്ലവമൊക്കെ പ്രസംഗിക്കുന്ന ആളുകളാണല്ലോ. ആ പ്രതിമ പൊളിക്കാൻ എനിക്ക് പോകാൻ പറ്റിയില്ലോ എന്നൊക്കെ പറഞ്ഞ്, ഞാനുണ്ടായിരുന്നെങ്കിൽ ഇതിലപ്പുറം സംഭവിക്കുമായിരുന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗമൊക്കെ നടത്തി, വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തിയതിൻ്റെ പേരിൽ അന്ന് ഈ പറഞ്ഞ കുറേ പാവം കുട്ടിസഖാക്കളൊക്കെ DGPക്ക് കുറേ പരാതിയൊക്കെ അയച്ചതിന് അടിസ്ഥാനത്തിൽ ഒരു കേസ് പോലും ആ വിഷയത്തിൽ നിന്ന് ഇദ്ദേഹത്തെ ഒരു വിരൽ തൊടാൻ, അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ ഈ പറഞ്ഞ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഈ പറഞ്ഞ വലിയ പ്രസംഗം നടന്നത്. ശശികലയുടെ ലിസ്റ്റ്, ഒരു വലിയ ലിസ്റ്റ് എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. 2017 പറവൂരിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയ ഒരു പരാതി, അത് എഴുത്തുകാരിയായ ഗൗരി ലങ്കേഷിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞാനാണ് മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടി വരും എന്ന രീതിയിലേക്ക് എഴുത്തുകാരൻ മുഴുവൻ തട്ടിക്കളയുന്ന രീതിയിലൊരു പരാതി. അതുപോലെ 2019 ഹർത്താലുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ, ചേവായൂർ പോലീസ് സ്റ്റേഷനിലൊക്കെയുള്ള കേസുകളുണ്ട്. 2022 ഈ പറഞ്ഞ മലപ്പുറത്ത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ വർഗീയ പരാമർശത്തിൽ എവിടെയാണ് അറസ്റ്റ് ചെയ്തത്? ഹർത്താലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കേസിലാണ് ശശികലയെ അറസ്റ്റ് ചെയ്തത്. അതല്ലാതെ ഇവരെ ഒന്നും തൊടാൻ LDF ഗവൺമെൻറ്റിനോ പിണറായി വിജയനോ CPMനോ പറ്റിയിട്ടില്ല. അവർ ഈ പറഞ്ഞ എല്ലാ തരത്തിലും വർഗീയതയോട് എല്ലാ കാലത്തും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമായിരുന്നു. അതിപ്പം ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയുടെ ഉൾപ്പെടെയുള്ള വിഷയത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്, പ്രകടമായതാണ്. ഇതെല്ലാം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളുടെ നേരെ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ വളരെ കൃത്യമായി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞല്ലോ, വന്ദേ മാതരം പാടുന്നു ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം, അത് ഏത് രീതിയിലാണ്, എങ്ങനെയാണത് ആ നിർദ്ദേശം വന്നതെന്നത് കൃത്യമായി ഇപ്പോൾ ഗവൺമെൻറ് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ ആളുകൾ കൃത്യമായ സ്റ്റാൻഡ് വ്യക്തമാക്കിയില്ലേ? ഈ സർക്കാരിൻ്റെ നയം നേരത്തെ തന്നെ ആ വിഷയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ? UDFൻ്റെ നയം അക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ? പിന്നെ ഈ പറഞ്ഞ ഇവരെ നടപടി എന്തായിരുന്നു? ഇപ്പം വലിയ ഗീർവാണ പ്രസംഗം നടത്തുന്ന പോലെ പറഞ്ഞല്ലോ, എന്താണ് MR അജിത് കുമാർ ആയിരുന്നു ADGP ആയി ക്രമസമാധാന ചുമതലയിൽ സുപ്രധാന ചുമതലയിലുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു RSS പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ ഭരണകാലത്ത് അധികാരത്തിൻ്റെ ഏതെങ്കിലും ശ്രേണിയിൽ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗോവിന്ദ മാഷിൻ്റെ ശൈലിയിൽ പ്രസംഗിച്ചു പോയതിനെ കൊണ്ട് കാര്യമില്ല. കൃത്യമായി MR അജിത് കുമാർ RSS നേതാക്കളായിട്ട് കൂടിക്കാഴ്ച നടത്തി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയ ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കിയ നിഷാദെ, ഈ MR അജിത് കുമാർ ആയിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGPയും പിണറായി വിജയനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എങ്കിൽ ഈ പറഞ്ഞ TG മോഹൻദാസിനെ വീട്ടിൽ പോയിട്ട് ആ 7 അയലത്ത് പോലീസ് ഒന്ന് കയറുമായിരുന്നു?